ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രമാണ് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത്. അള്ളാഹു പറയാനും കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹിജ്റ 150 150 മഹാനായ ഇമാമുൽ അഅ്ദം ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെട്ട, അതല്ലെങ്കിൽ രക്തസാക്ഷിയായ ഹിജ്റ 150 തന്നെയായിരുന്നു ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ജനിച്ചത്. മദ്ഹബിന്റെ മുൻഗണനാക്രമം അനുസരിച്ച് പറയുമ്പോൾ, ആദ്യം രൂപപ്പെട്ട മദ്ഹബുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യം ഇമാം അബൂ ഹനീഫയുടെ ചരിത്രവും പിന്നീട് ഇമാം മാലിക്കിന്റെ ചരിത്രവുമാണ് പറയേണ്ടത്. പക്ഷേ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, വിശേഷിച്ചും മലബാറിനെ സംബന്ധിച്ചിടത്തോളം, എല്ലാ ആളുകളും, ബഹുഭൂരിപക്ഷം വരുന്ന മലബാരികളും തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമായ സാഹചര്യമുണ്ട്. ഷാഫിഈ മദ്ഹബ് പിന്തുടരുന്നവരാണ്. ദക്ഷിണ കേരളത്തിൽ ഏതാനും ചില മഹല്ലുകളെ മാത്രം ഒഴിച്ചു നിർത്തിയാൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മഹല്ലുകളും ഷാഫിഈ മദ്ഹബ് പിന്തുടരുന്നവരാണ്. അതേ അവസരം തന്നെ ഇന്ത്യാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ബഹുഭൂരിപക്ഷവും ഹനഫിയാക്കളുമാണ്. ആ ഒരു മുൻഗണനാക്രമം വെച്ചുകൊണ്ടാണ് നമ്മൾ രണ്ടാമതായി ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം വിശദീകരിക്കുന്നത്. ഏതായാലും ഈ മദ്ഹബിന്റെ ഇമാമുമാരെയെല്ലാം ചരിത്രകൃതികളിൽ മുജദ്ദിദുകളുടെ, പരിഷ്കർത്താക്കളുടെ, നവോത്ഥാന നായകന്മാരുടെ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓരോ കാലഘട്ടത്തിലും ഒരു മുജദ്ദിദ് വരിക എന്നത് ആ കാലഘട്ടത്തിന്റെ താല്പര്യമാണ്. അതാണ് നാം കഴിഞ്ഞ ആഴ്ച ഓതിവെച്ച വിശുദ്ധ ഖുർആനിലെ വചനം. ഈ ആഴ്ചയും പ്രാരംഭത്തിൽ അത് തന്നെയാണ് നമ്മൾ ഓതിവെച്ചിട്ടുള്ളത്. അല്ലാഹു പറയാൻ, വമാ കാനൽ മുഅ്മിനൂന ലിയൻഫിറു കാഫ, സത്യവിശ്വാസികൾക്ക് ഒരു യുദ്ധത്തിന് പുറപ്പെടുകയാണെങ്കിലും ആകമാനം ഒരുമിച്ചങ്ങ് പുറപ്പെടുന്നത് ഭൂഷണമല്ല. ഫലൗലാ നഫറ മിൻ കുല്ലി ഫിറഖത്തിൻ മിൻഹും ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ, അവരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ എന്തുകൊണ്ട് ദീൻ ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി പുറപ്പെടുന്നില്ല? ദീൻ ആഴത്തിൽ പഠിച്ച ഒരു സംഘം എന്നും ഉണ്ടാവണം. പ്രവാചകന്മാരുടെ അസാന്നിധ്യത്തിൽ പ്രവാചകൻ യുദ്ധത്തിന് പുറപ്പെട്ട ഘട്ടത്തിൽ വിശേഷിച്ചു അങ്ങനെ ഒരു വിഭാഗം ഉണ്ടാവണം എന്ന് പറയാൻ. ലിയതഫഖഹു ഫിദ്ദീനി വലിയുൻദിറു ഖൗമഹും, അവരുടെ ദൗത്യം എന്താണെന്ന് വിശദീകരിക്കുകയാണ്. പിന്നീട് ദീനവർ ആഴത്തിൽ പഠിക്കുകയും അവരുടെ ജനതയ്ക്ക് അവർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യേണ്ടതുണ്ട്. ഇദാ റജഉ ഇലൈഹിം, ഈ ആളുകളെല്ലാം യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്നാൽ അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ ഉതകുന്ന പണ്ഡിതന്മാർ ഉണ്ടാവണം. ലഅല്ലഹും യഹ്ദറൂൻ, അവരെ ജാഗ്രത കൈകൊള്ളുന്നതിന് വേണ്ടിയാണത്. അപ്പൊ ഫുഖഹാവും മുജദ്ദിദുകളും മുജ്തഹിദുകളും ഓരോ കാലഘട്ടത്തിലും ഉണ്ടാവുക എന്നത് ചരിത്രത്തിന്റെ അനിവാര്യ താല്പര്യമാണ്, ദീനിന്റെയും അനിവാര്യ താല്പര്യമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞത്, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, അല്ലാഹു ആരിലെങ്കിലും നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അയാളെ ദീനിൽ അവഗാഹമുള്ളയാളാക്കി മാറ്റും. സമൂഹത്തിന് ദീനീ നേതൃത്വം നൽകാൻ കഴിയുന്ന, സമൂഹത്തിന് ഇജ്തിഹാദും തജ്ദീദും നിർവഹിക്കാൻ കഴിയുന്ന വലിയ പണ്ഡിതന്മാരാക്കി അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു, നന്മ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു മാറ്റുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അങ്ങനെ ദീനിൽ ആഴത്തിൽ വിജ്ഞാനം നേടിയിട്ടുള്ള മുജദ്ദിദുകളുടെ ചരിത്രം പഠിക്കുമ്പോൾ ഈ ഉമ്മത്തിന് വെളിച്ചം ലഭിക്കുന്ന, മാതൃക ലഭിക്കുന്ന ധാരാളം കാര്യങ്ങൾ അതിലുണ്ട്. അതുകൊണ്ടാണ് ആ ചരിത്രം ഒരു സീരിയലായി, ഒരു തുടർച്ചയായിട്ട് നമ്മൾ വിശദീകരിക്കുന്നത്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, പിന്നീട് നമ്മൾ പറഞ്ഞു ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി. മൂന്നാമത്തെ ചരിത്രം ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഷാഫിഈ
എന്ന് നമ്മൾ ചുരുക്കപ്പേരിൽ വിളിക്കുന്ന മഹാനായ പണ്ഡിതൻ ഒരു മുജദ്ദിദാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇമാം അഹ്മദ് ബിൻ ഹംബൽ മദ്ഹബിന്റെ തന്നെ മറ്റൊരു ഇമാമാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം ഒരു ഖുതുബയിൽ നമ്മൾ സവിസ്തരം പ്രതിപാദിക്കും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് പറയാൻ, അദ്ദേഹം ഒരു മുജദ്ദിദായിരുന്നു. ഓരോ കാലഘട്ടത്തിലും ഈ ദീനിന് നായകത്വം നൽകാൻ അല്ലാഹു നവോത്ഥാന നായകന്മാരെ നിയോഗിക്കുന്നതാണ്. അതിൽപ്പെട്ട ഒരാളായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എങ്കിൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ വിശദീകരണമാണ്. അദ്ദേഹം പറയാണ്, ഇമാം ഷാഫിഈയെ ഞാൻ വിലയിരുത്തുന്നത് മുജദ്ദിദുകളിൽ ഒരാളായിട്ടാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ വിശദീകരണമാണ്. ഇമാം ഷാഫിഈയെ നമ്മൾ വെറുതെ വിശദീകരിക്കുന്നതല്ല. മഹാന്മാരായ പണ്ഡിതന്മാര് തന്നെ മുജദ്ദിദുകളിൽ ഒരാളായിട്ട് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയെ പലയിടത്തും വിശദീകരിക്കുന്നതായിട്ട്, പലയിടത്തും വ്യക്തമാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഇമാം ഷാഫിഈ അത്തരക്കാരിൽ ഒരാളായിരുന്നുവെങ്കിൽ ആ ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രമായ ഖുറൈശി ഗോത്രത്തിൽ പ്രവാചകന്റെ അതേ വംശപരമ്പരയിൽ തന്നെയായിരുന്നു ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജനനം. അബ്ദുമനാഫിന്റെ വംശപരമ്പരയിലാണ് ഇമാം ഷാഫിഈയും ജനിച്ചത് റഹ്മത്തുള്ളാഹി അലൈഹി. ചെറുപ്പത്തിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇമാം ഷാഫിഈ സ്വപ്ന ദർശനം നടത്തിയെന്ന് ഇമാം ഷാഫിഈയുമായി ബന്ധപ്പെട്ട ഉദ്ധരണികളിൽ കാണാൻ സാധിക്കുന്നതാണ്. പ്രവാചകനെ കിനാവ് കണ്ടു, സ്വപ്നം കണ്ടു മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഷാഫിഈയോട് പ്രവാചകൻ ചോദിച്ചു, താങ്കൾ ആരാണ്? മൻ അൻത്, താങ്കൾ ആരാണ്? മിൻ റഹ്തിക യാ റസൂലല്ലാഹ്, പ്രവാചകരെ അങ്ങയുടെ അതേ കബീലയിൽപ്പെട്ട, അങ്ങയുടെ അതേ ഗോത്രത്തിൽപ്പെട്ടയാളാണ് ഞാൻ, ഖുറൈശി ഗോത്രത്തിൽപ്പെട്ടയാളാണ് ഞാൻ. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായി പറഞ്ഞത് ഉദ്നു മിന്നി, നീ എന്നോട് അടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയെ ചേർത്തി നിർത്തുകയും ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു വന്ന അവിടെ മുതൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഖുർആനും ഹദീസും കവിതയുമെല്ലാം പെട്ടെന്ന് മനപ്പാടമാകുന്ന ഒരവസ്ഥാവിശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന് തന്നെ ഒരു ഉദ്ധരണി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പൂർവ്വപിതാക്കളിൽ 4 പേര് സ്വഹാബികളാണ്, 4 പേര് താബിയുകളുമാണ്. അതാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ജനിച്ചത് ഫലസ്തീനിലെ ഗസയിലാണ്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഇന്ന് ഇസ്രയേലിന്റെ കൈവശമുള്ള അഷ്കലാലിലാണ്, അഷ്കലോൺ എന്നവർ പറയുന്ന അഷ്കലാലിനാണ്. ഒരുപാട് പണ്ഡിതന്മാർ അവിടെ ജനിച്ചവരാണ്. നമുക്കറിയാം, സ്വഹീഹുൽ ബുഖാരിയുടെ ഷറഹായിട്ടുള്ള ഫത്ഹുൽ ബാരി രചിച്ചിട്ടുള്ള ഇബ്നു ഹജറുൽ അസ്ഖലാനി, അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ തന്നെ അസ്ഖലാനി എന്നാണ്. അസ്ഖലാനിൽ ജനിച്ച നിരവധി പണ്ഡിതന്മാരുണ്ട്. അഷ്കലോണിൽ ജനിച്ച മഹാനായ പണ്ഡിതനായിരുന്നു ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. പിന്നെ അതെല്ലാം തന്നെ ഫലസ്തീന്റെ ഗസയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ടാണ് പല ചരിത്രകൃതികളിലും ഇമാം ഷാഫി എവിടെ ജനിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഗസയിൽ ജനിച്ചു എന്ന് പറയും. ഗസയിലെ അസ്ഖലാനിലായിരുന്നു ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജനനം എന്ന് പറയുന്നത്. ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ ജനിക്കുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് ഇദ്രീസ് മരണപ്പെട്ടു. മുഹമ്മദ് ബിൻ ഇദ്രീസാണ്. ഇദ്രീസിന്റെ പുത്രൻ ഷാഫിഈയാണ്. ജനിക്കുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പിതാവ് മരിച്ചു. കുഞ്ഞ് ജനിച്ചതോടുകൂടി കുഞ്ഞ് അനാഥനായി മാറി. കുഞ്ഞിന്റെ കുടുംബക്കാരെല്ലാം ജീവിക്കുന്ന ഖുറൈശികളാണല്ലോ, അവർ മുത്വലിബികളാണ്. അതിൽ തന്നെ അബ്ദുമനാഫിന്റെ വംശപരമ്പരയിൽപ്പെട്ട ആളുകളാണ്. എല്ലാവരും ജീവിക്കുന്നവരിൽ ഭൂരിപക്ഷം ആളുകളും ജീവിക്കുന്നത് മക്കയിലാണ്. അതുകൊണ്ട് മക്കയിലേക്ക് ആ കുടുംബത്തിന്റെ മാതാവിന്റെയും കുഞ്ഞിന്റെയും ജീവിതം പറിച്ചു നടാൻ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മാതാവ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ അവർ മക്കയിലേക്ക് പുറപ്പെട്ടു. ഹാജിമാരുടെ, തീർത്ഥാടകരുടെ ഒരു സംഘത്തോടൊപ്പമായിരുന്നു അവരുടെ മക്കയിലേക്കുള്ള യാത്ര.
ഒട്ടകക്കട്ടിലിൽ മാതാവിന്റെ മടിത്തട്ടിലിരുന്ന് ആ കുഞ്ഞ് എല്ലാ കാഴ്ചകളും നല്ലതുപോലെ ആസ്വദിക്കുന്നുണ്ട്. 2 വയസ്സുള്ള കുഞ്ഞാണെങ്കിലും കുറച്ചുകൂടി പക്വത കാണിച്ചിരുന്നു ആ കുഞ്ഞ് എന്നാണ്, വകതിരിവ് കാണിച്ചിരുന്നു ആ കുഞ്ഞ് എന്നാണ്. അതുകൊണ്ട് കാഴ്ചകളൊക്കെ നല്ലതുപോലെ 2 വയസ്സുള്ള കുട്ടിയെപ്പോലെയല്ല, കുറച്ചുകൂടി അതൊക്കെ കൃത്യമായിട്ട് ആസ്വദിക്കുകയും ആ രംഗങ്ങളെല്ലാം കാണുകയും ചെയ്തിരുന്നു ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അന്നത്തെ മുഹമ്മദ് എന്ന പേരുള്ള ആ ബാലൻ തന്റെ കുഞ്ഞു വിരലുകൾ കൊണ്ട് ഒട്ടകക്കട്ടിലിന്റെ വിരി അല്പം നീക്കി. സ്ത്രീകളാണ്, അതുകൊണ്ട് കൂടാരത്തിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞ് ആ കൂടാരത്തിന്റെ ഒട്ടകക്കട്ടിലിന്റെ വിരി അല്പം നീക്കിയപ്പോ മരുഭൂമിയാകുന്ന പാരാവാരത്തെയാണ് ഫാത്തിമയ്ക്ക് കാണാൻ സാധിക്കുന്നത്. ഫാത്തിമയുടെ മനസ്സിലേക്ക് ഒരു ഓർമ്മ വന്നു. ചരിത്രത്തിൽ നിന്നുള്ള ഒരു ഓർമ്മയായിരുന്നു അത്. 1000 ആണ്ടുകൾക്ക് മുമ്പ് ഈ കുഞ്ഞിനെ പോലുള്ള ഒരു കുഞ്ഞു ബാലൻ ഇതുപോലെ മരുഭൂമിയിലൂടെ മക്കയിലേക്ക് യാത്ര ചെയ്തിരുന്നു. അതായിരുന്നു, ആ രംഗമായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ ഓർത്തത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഓമന പുത്രനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം അനാഥനായിട്ടായിരുന്നില്ല. ഇസ്മായിലിന്റെ കൊച്ചുകുഞ്ഞായിരുന്ന ഇസ്മായിലിന്റെ യാത്ര സനാതൻ തന്നെയായിരുന്നു. ഇസ്മായിലിന്റെ കൂടെ ഇസ്മായിലിന്റെ പിതാവ് ഇബ്രാഹിം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇസ്മായിലിന്റെ മാതാവ് ഹാജറയും ഉണ്ടായിരുന്നു. അവരുടെ 2 പേരുടെയും കൂടെ തന്നെയായിരുന്നു ആ യാത്ര. പക്ഷേ ആ യാത്ര ചെയ്തുകൊണ്ട് അവരെത്തിപ്പെട്ടത് മക്കയിലാണ്. ജനവാസവും ജലസ്രോതസ്സുകളുമില്ലാത്ത മക്ക ഇസ്മായിലിന്റെ വരവോടുകൂടി ജനങ്ങൾ നിറഞ്ഞ പ്രദേശമായി മാറി. ഇസ്മായിൽ ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചു. ഇസ്മായിൽ പുതിയൊരു നാഗരികത സൃഷ്ടിച്ചു. തന്റെ കയ്യിലുള്ള ഈ കൈക്കുഞ്ഞും ചരിത്രത്തെ മാറ്റിമറിക്കണമെന്ന പ്രതീക്ഷയോടുകൂടിയായിരുന്നു, ചരിത്രത്തെ മാറ്റിമറിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയായിരുന്നു ഫാത്തിമ എന്ന പേരുള്ള ആ മാതാവിന്റെ ഒട്ടകക്കട്ടിലിൽ, ആ കൂടാരത്തിൽ മക്കയിലേക്കുള്ള അവരുടെ യാത്ര എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, മക്കയിലെത്തിയ ശേഷം ഫാത്തിമ തന്റെ ഗോത്രമായ അസദ് ഗോത്രത്തോടൊപ്പം താമസമാക്കി എന്നാണ് പറയുന്നത്. പിന്നീട് പിതാവിന്റെ കുടുംബത്തോടൊപ്പം, അതോടൊപ്പം തന്നെ മാതാവിന്റെ കുടുംബത്തോടൊപ്പം 2 കുടുംബത്തിന്റെയും കൂടെ മുഹമ്മദ് ബിൻ ഇദ്രീസിന് ഇമാം ഷാഫിഈക്ക് ജീവിക്കാനുള്ള അവസരമുണ്ടായി. ഒരു വശത്ത് മാതാവിന്റെ കുടുംബം, അവര് അസദ് ഗോത്രത്തിൽപ്പെട്ട ആളുകളാണ്. അതുപോലെ തന്നെ പിതാവിന്റെ കുടുംബം അബ്ദുമനാഫിന്റെ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ആളുകളാണ്. ഇവരുടെ ഈ രണ്ട് ഗോത്രക്കാരുടെയും സാന്നിധ്യത്തിൽ ഇമാം ഷാഫിഈക്ക് ജീവിക്കാനുള്ള അവസരം ലഭിച്ചു എന്നാണ് പറയുന്നത്. ചെറുപ്രായത്തിൽ തന്നെ മാതാവ് അവനെ മക്കയിലെ ഒത്തുപള്ളിയിൽ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ അയച്ചു. മുഹമ്മദിനെ ഇമാം ഷാഫിഈ എന്നൊക്കെ നമ്മൾ പറയുന്നേ ഉള്ളൂ, അന്ന് വലിയ ഇമാമൊന്നുമായി മാറിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ശൈശവകാലമാണ്. ചെറുപ്രായത്തിൽ തന്നെ പ്രിയപ്പെട്ട മാതാവ് ഫാത്തിമ കുഞ്ഞിനെ മക്കയിലെ ഒത്തുപള്ളിയിൽ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ അയച്ചു. പ്രവാചകന്റെ കുടുംബാംഗം എന്ന നിലയിൽ, പ്രവാചകന്റെ കുടുംബാംഗങ്ങൾ എന്ന നിലയിൽ അവർക്ക് ഭരണകൂടത്തിന്റെ ഭാഗത്ത് ചെറിയൊരു വരുമാനമുണ്ട്. ആ വരുമാനം മാത്രമേ അവർക്കുള്ളൂ, വേറൊരു വരുമാനവും അവർക്കില്ല. തുച്ഛമായ സംഖ്യയായിരുന്നു അവർക്ക് മാസവരുമാനമായിട്ട് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് ജീവിത ചെലവും മകന്റെ വിദ്യാഭ്യാസ ചെലവും അത് രണ്ടും പാടെ സഹിക്കാൻ കഴിയുന്നില്ല. കാരണം ഓത്തുപള്ളിയിൽ മകൻ പഠിക്കുമ്പോൾ ഉസ്താദിന് ഫീസ് കൊടുക്കണം. ഉസ്താദിന് ഫീസ് കൊടുക്കാൻ സാധിക്കുന്നില്ല ഉമ്മാക്കെന്ന് തിരിച്ചറിഞ്ഞപ്പോ ഇമാം ഷാഫിഈ തന്നെ ഒരു ദൗത്യം ഏറ്റെടുത്തു. അതായത് ഉസ്താദിന്റെ അസാന്നിധ്യത്തിൽ, ഷെയ്ഖിന്റെ അസാന്നിധ്യത്തിൽ ഓത്തുപള്ളിയിലെ കുഞ്ഞുങ്ങളുടെ മേൽനോട്ടം വഹിക്കുക, അവരുടെ മോണിറ്ററിംഗ് നിർവഹിക്കുക എന്ന ആ ദൗത്യമായിരുന്നു ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി നിർവഹിച്ചത്. അതനുസരിച്ച് ചെറിയൊരു ഫീസ് ഇളവ് ഇമാം ഷാഫിഈക്ക് പ്രത്യേകമായിട്ട് അനുവദിച്ചു. പിന്നീട് ഈ കുഞ്ഞിന്റെ അപൂർവമായ സാമർത്ഥ്യവും അത്യപൂർവമായ അസാധാരണമായ ബുദ്ധിശക്തിയും ഉസ്താദിനെ കാണാൻ സാധിച്ചു. അതോടുകൂടി ഫീസിൽ പൂർണ്ണമായിട്ടുള്ള ഇളവ് കുഞ്ഞിനെ ഉസ്താദ് അനുവദിച്ചു എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഈ ചരിത്രത്തിലെല്ലാം നമുക്ക് വലിയ വലിയ പാഠങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ കഷ്ടപ്പെടുത്തണം എന്നതല്ല ഈ ചരിത്രം നമുക്ക് നൽകുന്ന വലിയ പാഠം എന്ന് പറയുന്നത്. ഈ ചരിത്രമെല്ലാം
നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം പകർന്നു കൊടുക്കണം. അപ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് കാലത്ത് ജീവിച്ചാലും, ഉള്ള കാലത്ത് ജീവിച്ചാലും ഇല്ലാത്ത കാലത്ത് ജീവിച്ചാലും, സമ്പന്നതയിൽ ജീവിച്ചാലും ദാരിദ്ര്യത്തിൽ ജീവിച്ചാലും, സുഖത്തിൽ ജീവിച്ചാലും ദുഃഖത്തിൽ ജീവിച്ചാലും, സൗകര്യങ്ങളിൽ ജീവിച്ചാലും കഷ്ടപ്പാടിൽ ജീവിച്ചാലും അവർക്ക് സമാധാനം വേണം. അവർക്ക് സമാധാനം വേണമെങ്കിൽ ഇതുപോലെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം. കഷ്ടപ്പെട്ട് ജീവിച്ച് പഠിച്ച ഒരുപാട് പണ്ഡിതന്മാർ കഷ്ടപ്പെട്ട് ജീവിച്ച് പഠിച്ച് ആ കഷ്ടപ്പാടിൽ തന്നെ 7 വയസ്സിൽ വിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയ സമർത്ഥരായ വിദ്യാർത്ഥികളുടെ, പണ്ഡിതന്മാരുടെ ചരിത്രം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുക. ഇതൊക്കെയാണ് ഈ ചരിത്രത്തിൽ നിന്നുള്ള നമുക്കുള്ള വലിയ പാഠം എന്ന് പറയുന്നത്. ഹറമിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ സദസ്സിൽ ചെന്ന് ഖുർആന്റെ വ്യാഖ്യാനവും ഹദീസും പഠിക്കാൻ തുടങ്ങി. എന്നാൽ ഖുർആനും ഹദീസും ആഴത്തിൽ പഠിക്കാൻ അറബി ഭാഷയിലും സാഹിത്യത്തിലും അവഗാഹം നേടുന്നത് അനിവാര്യമായിരുന്നു. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അത് തിരിച്ചറിഞ്ഞു. ശുദ്ധമായ അറബി ഭാഷ പഠിക്കണമെങ്കിൽ മലയോരങ്ങളിൽ ചെല്ലണം, ബദവികൾക്കിടയിൽ ജീവിക്കണം. കാരണം ഖുർആന്റെ ഭാഷ അവർക്ക് കൂടി ഗ്രാഹ്യമായ ഭാഷയാണ്. അതുകൊണ്ട് അവർക്കിടയിൽ ജീവിച്ചുകൊണ്ട് അറബി ഭാഷയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ഹുദൈൽ ഗോത്രത്തെയാണ് അദ്ദേഹം തെരഞ്ഞെടുത്തത്. വിശുദ്ധ ഖുർആന് 7 പാരായണ രൂപങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ഒരു രൂപം ഹുദൈലിന്റെ ലഹ്നാൻ. ഹുദൈൽ ഗോത്രത്തെയാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അറബി ഭാഷ പഠിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത്. അവരുടെ കൂടെ അദ്ദേഹം ദീർഘകാലം ജീവിച്ചു എന്നാണ്. 10ഓളം വർഷം ഹുദൈൽ ഗോത്രം അവരുടെ കൂടെ അറബി ഭാഷ പഠിക്കാൻ വേണ്ടി ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ചെലവഴിച്ചു. അവരുടെ കവിതകളെല്ലാം ഹൃദ്യസ്ഥമാക്കി. 10,000-കണക്കിന് ഹുദൈൽ ഗോത്രക്കാരുടെ കവിതകൾ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി മനഃപ്പാഠമാക്കിയിരുന്നു എന്നാണ്. ഇവിടെയും ചരിത്രം നമുക്കൊരു പാഠം നൽകുന്നുണ്ട്. അതായത് ഖുർആൻ പഠിക്കുന്നതോടൊപ്പം, അതല്ലെങ്കിൽ ഖുർആൻ മനസ്സിലാകണമെങ്കിൽ അറബി ഭാഷ പഠിക്കണം. സാധാരണക്കാരാണെങ്കിലും അറബി ഭാഷ ലളിതമായിട്ടെങ്കിലും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അത് പഠിക്കണം വിശ്വാസികൾ. ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. നിശ്ചയം നാം ഈ ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത് അറബി ഭാഷയിലാണ്, നിങ്ങൾക്കത് മനസ്സിലാവുന്നതിന് വേണ്ടി. അറബി ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ പഠനത്തിന്റെ ഭാഗമാണ്. 10 വർഷത്തോളം അറബിയായ ഇമാം ഷാഫിഈ അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? അദ്ദേഹം ജനിച്ചത് അസ്കലാനിലാണ്, ഗസയിലാണ് ജനിച്ചത്. പിന്നീട് അദ്ദേഹം പോകുന്നത് എങ്ങോട്ടാണ്? മക്കയിലോട്ടാണ് പോകുന്നത്. അദ്ദേഹത്തിന്റെ ഗോത്രം ഏതാണ്? ഖുറൈശി ഗോത്രമാണ്. എന്നാലും അറബി ഭാഷയുടെ വേറിട്ട രൂപങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, വ്യത്യസ്തമായ രീതികൾ മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ഗോത്രത്തിന്റെ കൂടെ 10 കൊല്ലം ജീവിച്ചു എന്നുള്ളതാണ്. അതാണ് അറബി ഭാഷയ്ക്ക് ദീനിലുള്ള പ്രാധാന്യം എന്ന് പറയുന്നത്. തഅല്ലമുൽ അറബിയ്യത ഫഇന്നഹാ മിൻ ദീനിക്കും. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, നിങ്ങൾ അറബി ഭാഷ പഠിക്കണം, നിശ്ചയം അത് നിങ്ങളുടെ ദീനിൽപ്പെട്ടതാണ്. എല്ലാവർക്കും ഒരുപോലെ അറബി ഭാഷയുടെ ഗ്രാഹ്യം കൈവരിക്കുക സാധ്യമല്ല. പക്ഷെ കഴിവിന്റെ പരമാവധി ലളിതമായിട്ടെങ്കിലും പ്രാഥമികമായിട്ടെങ്കിലും ആ ഭാഷ മനസ്സിലാക്കുക എന്നത് ഖുർആൻ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം നമ്മോട് പറയാൻ. സഹോദരങ്ങളെ, ഈ 10 കൊല്ലത്തിന് ശേഷം മരുഭൂവാസം അവസാനിപ്പിച്ച് അദ്ദേഹം ഹദീസിന്റെയും ഫിഖ്ഹിന്റെയും പഠനത്തിലേക്ക് തന്നെ മടങ്ങി ഇമാം ഷാഫിഈ. പക്ഷേ ഇസ്ലാമിക ജ്ഞാനം, ഇസ്ലാമികമായ അറിവുകൾ മക്കയിൽ മാത്രം പരിമിതമായിരുന്നില്ല. മദീനയിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ജീവിക്കുന്ന കാലമാണ്. ഇറാഖിൽ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യന്മാർ, അബൂ യൂസുഫ് അടക്കമുള്ള ആളുകൾ ജീവിക്കുന്ന കാലമാണ്. അതുപോലെ തന്നെ ഷാമിൽ ഇമാം ഔസാഇ ജീവിക്കുന്ന കാലമാണ്. ഈജിപ്തിൽ ഇമാം ലൈസ് റഹ്മത്തുള്ളാഹി അലൈഹി ജീവിക്കുന്ന കാലമാണ്. ഈ വിജ്ഞാന കേന്ദ്രങ്ങളിലേക്ക് എല്ലാം പോകണം, എല്ലായിടത്തും പോയിട്ട് അറിവന്വേഷിക്കണം. ഇതായിരുന്നു ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആഗ്രഹം. ആദ്യം മദീനയിലേക്ക് പോവാനാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തീരുമാനിച്ചത്. മദീന പ്രവാചക നഗരിയാണ്. മദീനക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് പ്രവാചക ജീവിതത്തിന്റെ കണ്ണാടിയാണ്, പ്രവാചക ജീവിതത്തിന്റെ ദർപ്പണമാണ് മദീനക്കാരുടെ ജീവിതം എന്ന് പറയുന്നത്. മദീനയിലെ അന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയാണ്.
അദ്ദേഹത്തിന്റെ കർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാനം തന്നെ മദീനക്കാർക്ക് ലഭ്യമായ ഹദീസുകളാണ്. ഇമാം മാലിക്കിനെ കാണണം, ഇമാം മാലിക്കിന്റെ അടുക്കൽ നിന്ന് ഹദീസുകൾ പഠിക്കണം. മദീനക്കാർക്ക് ലഭ്യമായ ഹദീസുകൾ വിശേഷിച്ചും ഇമാം മാലിക്കിൽ നിന്ന് നുകരണം. മാതാവിന്റെ അടുക്കൽ ചെന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം മാലിക്കിന്റെ അടുക്കലേക്ക് പോവാനുള്ള അനുമതി ചോദിച്ചു. ഉള്ളതെല്ലാം വിറ്റുപുറുക്കി കിട്ടിയത് മകന്റെ കയ്യിൽ ഏൽപ്പിച്ച് ദരിദ്രയായ, അതോടൊപ്പം തന്നെ വിജ്ഞാന തൽപരയായിട്ടുള്ള മാതാവ് ഇമാം ഷാഫിഈയെ ഇമാം മാലിക്കിന്റെ അടുക്കലേക്ക് മദീനയിലേക്ക് പോവാൻ അനുമതി കൊടുത്തു എന്നുള്ളതാണ്. മക്കയിലെ ഗവർണറുടെ അടുക്കൽ ചെന്ന് ഇമാം മാലിക്കിന് ഒരു ശുപാർശ കത്ത് വാങ്ങുക എന്നതായിരുന്നു ആദ്യം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്തത്. പക്ഷേ മക്കയിലെ ഗവർണർക്കറിയാം ഇമാം മാലിക് അന്തസ്സുള്ള പ്രതാപമുള്ള ഒരു പണ്ഡിതനാണ്, അദ്ദേഹത്തിന് നേരിട്ടൊരു കത്തെഴുതാൻ സാധിക്കില്ല. അതുകൊണ്ട് മദീനയിലെ ഗവർണർക്കാണ് അദ്ദേഹം കത്തെഴുതിയത്. ഇതാ ഒരു കുഞ്ഞ് വരുന്നുണ്ട് പഠിക്കാൻ. ഇമാം മാലിക്കിന്റെ അടുക്കലേക്ക് പഠിക്കാൻ ഒരു കുഞ്ഞ് വരുന്നുണ്ട്, മുഹമ്മദ് വരുന്നുണ്ട്, മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫിഈ വരുന്നുണ്ട്. മദീനയിലെ ഗവർണർക്കാണ് കത്തെഴുതിയത്. മദീനയിലെ ഗവർണറുടെ അടുക്കലേക്ക് കത്തുമായിട്ട് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ചെല്ലുകയാണ്. മദീനയിലെത്തിയ ഉടനെ റൗള ഷരീഫ് സിയാറത്ത് ചെയ്തതിനു ശേഷം മദീന ഗവർണറെ കണ്ടു. ഗവർണർ പറഞ്ഞു, മോനെ, മദീനയിൽ നിന്ന് നഗ്നപാതനായി മക്കയിലേക്ക് സഞ്ചരിക്കലാണ് ഇമാം മാലിക്കിന്റെ അടുക്കലേക്ക് പോകുന്നതിനേക്കാൾ പ്രയാസം. ഇമാം മാലിക്കിന്റെ അടുക്കൽ പോയിട്ട് ഒരു കാര്യം സാധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇവിടുന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് നഗ്നപാതനായിട്ട് സഞ്ചരിക്കലായിരിക്കും അതിനേക്കാൾ എളുപ്പം. ഇതൊക്കെ പറഞ്ഞപ്പോഴും ഇമാം ഷാഫിഈയുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഗവർണർ ഇമാം ഷാഫിഈയെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. സഹോദരങ്ങളെ, ഇമാം മാലിക്കിനെ സന്ദർശിക്കുകയാണ്. ഇമാം മാലിക്കിന്റെ വീട്ടിൽ ചെന്ന് വാതിൽ മുട്ടി. കുറെ നേരം കാത്തിരുന്ന ശേഷം ഒരു ചെറിയ പെൺകുട്ടി പുറത്തോട്ട് വന്നു എന്നാണ്. വാതിൽ തുറന്നു. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. ആ പെൺകുട്ടി ചോദിച്ചപ്പോ അവര് പറഞ്ഞു, മദീന ഗവർണറാണ് വന്നിട്ടുള്ളത്. മദീന ഗവർണറാണെന്ന് പറഞ്ഞപ്പോഴൊന്നും ഇമാം മാലിക്കിന് ഒരു ഇളക്കവുമില്ല. അധികാരികളുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്നവരുമല്ല അവർ. അതുകൊണ്ടാണ് അവര് പറഞ്ഞു, ആ പെൺകുട്ടി ഇങ്ങനെ മദീന ഗവർണർ വന്നിട്ടുണ്ട് എന്ന് വീട്ടിനകത്ത് ചെന്ന് പറഞ്ഞപ്പോ ഇമാം മാലിക് പറഞ്ഞു, അവരെ ഹദീസ് പഠിക്കാനാണെങ്കിൽ മസ്ജിദ് നബവിയിലേക്ക് വരാൻ പറ. ഇനി അതല്ല ഫത്വ ചോദിക്കാനാണെങ്കിൽ അവരുടെ ഫത്വ ഇങ്ങ് എഴുതി തന്നാൽ ആ ഫത്വയ്ക്കുള്ള മറുപടി കാലതാമസമില്ലാതെ നമ്മൾ അറിയിച്ചോളാം. ഈ മറുപടി അതല്ലെങ്കിൽ ഇമാം മാലിക്കിന്റെ മറുപടി ആ പെൺകുട്ടി പുറത്തു വന്നുകൊണ്ട് മദീനയിലെ ഗവർണറോടും അതുപോലെ തന്നെ ഇമാം ഷാഫിയോടും അറിയിക്കുകയായിരുന്നു. അപ്പോഴാണ് ഗവർണർ പറഞ്ഞത്, അല്ല, മക്കയിലെ ഗവർണറുടെ ഒരു കത്തുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇമാം മാലിക്കിന്, ഇമാം ദാറുൽ ഹിജ്റ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് മക്കയിലെ ഗവർണറുടെ ഒരു കത്തുണ്ട് എന്നറിയിക്കണം. ഇത് കേട്ടപ്പോൾ പുറത്തു വന്ന ആ കത്തൊന്ന് വായിച്ചു നോക്കി. കത്ത് വായിച്ചു നോക്കിയതിനു ശേഷം കത്ത് വായിച്ച് പിച്ചി ചീന്തി കളയുകയാണ്. കാരണം ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ രോഷാകുലനാക്കുന്ന ഒരു കാര്യമായിരുന്നു അതിൽ. ഒരു കുട്ടിക്ക് പഠിക്കാൻ വേണ്ടി ഗവർണറുടെ ശുപാർശയുമായിട്ട് വന്നിരിക്കുന്നു. ആ രീതിയിലാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചിന്തിച്ചത്. അദ്ദേഹം ചോദിച്ചു, ഔസാറ ഇൽമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖുദു ബിർറസാഇൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നിന്നുള്ള അറിവ് ശുപാർശകൾ കൊണ്ട് പഠിക്കേണ്ടുന്ന ഒരു അവസ്ഥയും ഒരു സാഹചര്യവും നാട്ടിൽ സംജാതമായോ? ഇമാം മാലിക് അദ്ദേഹം മദീനയിലെ മസ്ജിദ് നബവിയിൽ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്, ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അത് പൊതുവായിട്ട് എല്ലാവർക്കും കേൾക്കാനുള്ളതാണ്. അതാണ് ഇമാം മാലിക്കിന്റെ നിലപാട്. അതുകൊണ്ട് ഒരു കുട്ടിക്ക് പഠിക്കാൻ, ഒരാൾക്ക് പഠിക്കാൻ, റസൂലുള്ളാഹിന്റെ ഇൽമു നുകരാൻ ശുപാർശകൾ സ്വീകരിക്കേണ്ടുന്ന കാലമായി സമൂഹം മാറിയോ എന്ന് ചോദിച്ച് അസ്വസ്ഥനായിട്ടാണ് ഗവർണറുടെ കത്ത് അദ്ദേഹം പിച്ചിച്ചീന്തി കളഞ്ഞത്. സഹോദരങ്ങളെ, ഈ ഘട്ടത്തിൽ മദീനയിലെ ഗവർണറാകെ പരുങ്ങിപ്പോയി എന്നുള്ളതാണ്. പക്ഷേ ഇമാം ഷാഫി ഇടപെട്ടു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അസ്ലഹക്കല്ലാഹ്, ഇമാം അവരുകളെ, അങ്ങയുടെ അവസ്ഥ അല്ലാഹു നന്നാക്കി തരട്ടെ. എന്നീ റജുലുൻ മുത്തലിബിയുൻ, ഞാൻ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ഒരു യുവാവാണ്. അള്ളാഹുവിന്റെ ദീൻ താങ്കളുടെ അടുക്കൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. എന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഗവർണറുടെ കത്തുമായി ഗവർണർ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ടുള്ളത്. മൻ അൻത്, താങ്കൾ ആരാണ്?
എൻ്റെ പേര് മുഹമ്മദ് ബിൻ ഇദ്രീസാൻ, ഞാൻ മുഹമ്മദാണ് എൻ്റെ പേര്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫറാസത്ത് കൊണ്ട് തിരിച്ചറിഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. വന്നിട്ടുള്ള മുഹമ്മദ് അതിസമർത്ഥനായിട്ടുള്ളൊരു പണ്ഡിതനായിട്ട് ഭാവിയിൽ മാറിയേക്കാം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആ തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി, ദീർഘദൃഷ്ടിയുണ്ടായി. ഫറാസത്തുൽ മുഅ്മിനി ഹഖുൻ, ഒരു സത്യവിശ്വാസിയുടെ ദീർഘദൃഷ്ടി സത്യമാണെന്ന് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ മുഹമ്മദേ, നിനക്ക് നല്ല ഭാവിയുണ്ട്, നിന്റെ മുഖത്ത് പ്രകാശം കാണുന്നുണ്ട്, ആ പ്രകാശത്തെ നീ ഇരുട്ടാക്കി കളയരുത്. യാ മുഹമ്മദ് ഇത്തഖില്ലാഹ വത്തഖിൽ മആസി, മുഹമ്മദേ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നീ പാപങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം. നാളെ വരണം മോനെ, നിനക്ക് പഠിപ്പിച്ചു തരേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൊണ്ടുവരണം കൂടെ. പിറ്റേ ദിവസം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഇമാം മാലിക്കിന്റെ മുവത്ത ഉണ്ട്. ആദ്യമായിട്ട് രേഖപ്പെടുത്തപ്പെട്ട ഹദീസ് ഗ്രന്ഥമാണ് മുവത്ത എന്ന് പറയുന്നത്. മുവത്തവും പിടിച്ചുകൊണ്ടാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം മാലിക്കിന്റെ അടുക്കലേക്ക് ചെല്ലുന്നത്. ഹിജ്റ 179 ഇമാം മാലിക് വഫാത്താവുന്നതുവരെ, ഇമാം മാലിക് മരണപ്പെടുന്നതുവരെ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം മാലിക്കിന്റെ കൂടെ അരുമ ശിഷ്യനായി ജീവിച്ചു എന്നുള്ളതാണ്. പിന്നീട് ഇമാം മാലിക്കിന്റെ മാത്രമല്ല, വിവിധ രാജ്യങ്ങളിലെ വിവിധ പണ്ഡിതന്മാരുടെ ശിഷ്യത്വം മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി സ്വീകരിച്ചു എന്നും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, കേവല ചരിത്രമല്ല നമ്മൾ വിശദീകരിക്കുന്നത്, നമ്മൾ തജ്ദീദിന്റെ ചരിത്രമാണ് വിശദീകരിക്കുന്നത്. രണ്ട് രീതിയിലുള്ള തജ്ദീദായിരുന്നു ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി നിർവഹിച്ചത്. ഇസ്ലാമിക ചരിത്രത്തിൽ രണ്ട് രൂപത്തിലുള്ള നവോത്ഥാനമായിരുന്നു ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി നിർവഹിച്ചത്. ഒന്ന് വൈജ്ഞാനികമായ നവോത്ഥാനമാണ്, അത്തജ്ദീദുൽ ഇൽമി, വൈജ്ഞാനികമായ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ഹദീസ് നിഷേധ പ്രവണത വളരെയധികം ശക്തിപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു ഇമാം ഷാഫിഈയുടെ കാലം എന്ന് പറയുന്നത്. ചിലർ ഹദീസിന്റെ പ്രാമാണികത തന്നെ നിഷേധിച്ചു. ഹദീസ് എന്ന് പറഞ്ഞ ഒന്ന് പ്രമാണത്തിലില്ല, ഖുർആൻ മാത്രം മതി എന്ന വാദവുമായിട്ട് ഒരു കൂട്ടം ആളുകൾ രംഗപ്രവേശം ചെയ്തു. ഖുർആനിൽ പരാമർശിക്കുന്ന കാര്യങ്ങളുടെ വിശദീകരണമല്ലാതെ സ്വതന്ത്രമായ നിയമനിർമ്മാണത്തിന് ഹദീസുകൾ അർഹമല്ല എന്നതായിരുന്നു മറ്റൊരു വാദഗതി. ഇങ്ങനെയുള്ള വാദഗതി ശക്തമായിട്ട് നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് വൈജ്ഞാനിക നവോത്ഥാനവുമായിട്ട് ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി രംഗപ്രവേശം ചെയ്യുന്നത്. ഈ ഒരു ഘട്ടത്തിൽ, ഈ ഒരു സന്ദർഭത്തിൽ സുന്നത്തിന്റെ പ്രാമാണികത യുക്തി അധിഷ്ഠിതമായും ഭദ്രമായും അതുപോലെ തന്നെ ആധികാരികമായും സ്ഥാപിച്ചുകൊണ്ട് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി നടത്തിയ സംവാദങ്ങളും ചർച്ചകളും പഠനങ്ങളുമാണ് പിന്നീട് ശരിയായ ഹദീസുകളുടെ അടിത്തറയിൽ നിയമനിർദ്ധാരണത്തിന് സാധ്യതയൊരുക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിക കർമ്മശാസ്ത്രം ഹദീസ് എന്ന് പറയുന്ന ആധികാരിക പ്രമാണത്തെ ശരിയായ അർത്ഥത്തിൽ വ്യവസ്ഥാപിതമായിട്ട് പരിഗണിച്ചുകൊണ്ട് അത് നിലനിന്നതും സ്ഥാപിതമായതും ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ രംഗപ്രവേശനത്തോടു കൂടിയായിരുന്നു, അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക നവോത്ഥാനത്തോടു കൂടിയായിരുന്നു. ഖബറുൽ വാഹിദ് അഥവാ ഏക റിപ്പോർട്ടർ വഴി നിവേദനം ചെയ്യപ്പെട്ട ഹദീസുകൾ അവയുടെ പ്രാമാണികതയുമായിട്ട് ഉന്നയിക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ തന്നെ ഉന്നയിക്കപ്പെട്ട നിരവധി സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആ സംശയങ്ങൾക്കെല്ലാം വായടപ്പൻ മറുപടി നൽകാൻ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് സാധ്യമായി. എങ്ങനെയാണ് കിതാബിന്റെയും സുന്നത്തിന്റെയും ഇജ്മാഇന്റെയും ഖിയാസിന്റെയും അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം രൂപപ്പെടുന്നത്, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ പ്രമാണങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഉസൂലുകൾ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചുകൊണ്ട് റിസാല എന്ന് പറയുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ ആദ്യത്തെ അടിസ്ഥാന ഗ്രന്ഥം എഴുതി എന്നതും ഇമാം ഷാഫിഈയുടെ പ്രത്യേകതയാണ്. ഇമാം ഷാഫിഈയുടെ വൈജ്ഞാനികമായ നവോത്ഥാനം, ഇമാം ഷാഫിഈയുടെ തജ്ദീദുൽ ഇൽമിയെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത്. സഹോദരങ്ങളെ, ഇമാം ഷാഫിഈയുടെ നവോത്ഥാനത്തിന്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഇനം എന്ന് പറയുന്നത് അത്തജ്ദീദുൽ ഹറഖി എന്നുള്ളതാണ്. ഇമാം ഷാഫിഈയുടെ പ്രാസ്ഥാനികമായിട്ടുള്ള നവോത്ഥാനമായിരുന്നു സഹോദരങ്ങളെ. ഇമാം ഷാഫിഈ രണ്ടാമതായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ജുഡീഷ്യറിയെ നീതിപൂർവമാക്കുക എന്ന ആശയത്തിനാണ്.
ജുഡീഷ്യറിയെ നീതിപൂർവമാക്കുക എന്ന ആശയത്തിലാണ് ഇമാം ഷാഫിഈ രണ്ടാമതായി ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഒന്ന്, വൈജ്ഞാനിക നവോത്ഥാനം, ഹദീസ് നിഷേധത്തിന്റെ മുനയൊടിക്കുന്ന രീതിയിലുള്ള സംവാദങ്ങൾ, പഠനങ്ങൾ, ചർച്ചകൾ വളരെ വളരെ ഗൗരവത്തിലെടുക്കേണ്ടുന്ന കാര്യമാണ്. ഇന്നത്തെ കാലത്തും വളരെ ഗൗരവത്തിലെടുക്കേണ്ടുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ രണ്ടാമത്തെ പ്രമാണമായിട്ടുള്ള ഹദീസിനെ കൊച്ചാക്കുന്നവർ ഇന്നും സമൂഹത്തിൽ ധാരാളം പേരുണ്ട്. പുരോഗമനത്തിന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഖുർആൻ മാത്രം മതി എന്ന് വാദിക്കുന്ന ആളുകൾ. തീർച്ചയായിട്ടും ഇവിടെ ഇമാം ഷാഫിഈ നമുക്കൊരു പ്രചോദനമായി മാറേണ്ടതുണ്ട്. ഹദീസിന്റെ പ്രാമാണികത വ്യക്തമായി കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിൽ തലമുറകൾക്ക് അവതരിപ്പിച്ചു കൊടുക്കാൻ. കാരണം ഹദീസില്ലാതെ ഖുർആനിന് വിശദീകരണമില്ല. സഹോദരങ്ങളെ, ഹദീസില്ലാത്ത ഇസ്ലാമിക ജീവിതമില്ല. പ്രവാചകരെ, ഈ ഖുർആൻ നിങ്ങൾക്ക് നാം അവതരിപ്പിച്ചു തന്നത് നിങ്ങൾ ജനങ്ങൾക്ക് ഇത് വിശദീകരിച്ചു കൊടുക്കാനാണ്. പ്രവാചകൻ സാക്ഷിയാണ്, ഖുർആനിന്റെ ജീവിക്കുന്ന സാക്ഷിയാണ് പ്രവാചകൻ എന്ന് പറയുന്നത്. പ്രവാചക ജീവിതം എന്ന് പറയുന്നത് ഖുർആനിന്റെ വിശദീകരണമാണ്. സഹോദരങ്ങളെ, ആ പ്രവാചകന്റെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, മൗനാനുവാദങ്ങൾ, പ്രവാചകന്റെ ജീവിതം, അതാണ് ഹദീസ്. ആ ഹദീസിന്റെ പ്രാമാണികതയിൽ ഉറച്ചുകൊണ്ടുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുവാൻ ഇമാം ഷാഫിഈയുടെ ചരിത്രം നമുക്ക് പ്രചോദനമാവണം. എന്നതോടൊപ്പം തന്നെ ഇമാം ഷാഫിഈയുടെ പ്രാസ്ഥാനികമായിട്ടുള്ള നവോത്ഥാനം, അത്തജ്ദീദുൽ ഹറക്കി, ജുഡീഷ്യറിയെ നീതിപൂർവമാക്കുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. ഇമാം അബൂ ഹനീഫയുടെ ചരിത്രം പറയുമ്പോ ഇമാം അബൂ ഹനീഫ ഭരണകൂടത്തോട് സ്വീകരിച്ച തിരസ്കാരത്തിന്റെ ഒരു സമീപനമുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മളത് വിശദീകരിച്ചു. അത് അദ്ദേഹത്തിന്റെ ഇജ്തിഹാദായിരുന്നു. മുജ്തഹിദുകളായ പണ്ഡിതന്മാർ രാഷ്ട്രീയ വിഷയങ്ങളിലും വ്യത്യസ്തമായ നിലപാടുകളിൽ എത്തിച്ചേരുക സ്വാഭാവികമാണ്. പക്ഷേ ഇമാം ഷാഫിഈയുടെ നിലപാട് വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം ജുഡീഷ്യറിയുടെ ഭാഗമായി എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം ചീഫ് ജസ്റ്റിസായി, യമനിലെ ചീഫ് ജസ്റ്റിസായി, യമനിലെ നജറാനിലെ ചീഫ് ജസ്റ്റിസായി മാറി ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. ഖാദിൽ ഖുലാത്ത് പദവി. ഇമാം അബൂ ഹനീഫ ഏത് പദവിയാണോ തിരസ്കരിച്ചത്, ആ പദവിയെ പിന്നീട് അബൂ ഹനീഫയുടെ ശിഷ്യന്മാർ ഏറ്റെടുക്കുന്നുണ്ട്. അബൂ യൂസുഫ് ഏറ്റെടുക്കുന്നുണ്ട്. ഇമാം അബൂ യൂസുഫ് അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇമാം അബൂ യൂസുഫ് ഇസ്ലാമിക രാഷ്ട്രീയ സിദ്ധാന്തത്തിന്റെ അടിത്തറകൾ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പഠനങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയും ഖാദിൽ ഖുലാത്തിന്റെ പദവി ഏറ്റെടുക്കുകയായിരുന്നു. ഹാറൂൻ റഷീദ് എന്ന് പറയുന്ന നല്ല ഭരണാധികാരി തന്നെയായിരുന്നു. പക്ഷേ ഹാറൂൻ റഷീദിന്റെ ഒരു ഗവർണർ ഉണ്ടായിരുന്നു, ഹമ്മാദ് എന്നാണ് ആ ഗവർണറുടെ പേര്. ആ ഹമ്മാദിന്റെ ഭരണമായിരുന്നു യമനിലെ നജറാനിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നജറാൻകാർക്ക് വലിയ പ്രയാസമാണ്. ക്രൂരനാണ്, അക്രമിയാണ് ഹമ്മാദ്. ഉപരിവർഗത്തിന്റെ ഭരണവർഗത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് തുള്ളുന്ന ഒരു കോടതിയായിരുന്നു നജറാനിൽ ഉണ്ടായിരുന്നത്. നജറാനിലെ കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഖാദിൽ ഖുലാത്ത് പദവിയാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചുമലിൽ വന്നു ചേർന്നത്. ഒരു കോടതിയിലേക്ക് കേസുകൾ വരുമ്പോ ആ കേസുകൾ എടുക്കുക എന്നതാണ് ഇപ്പോഴും സാധാരണഗതിയിൽ കോടതി ഉദ്യോഗങ്ങൾ നിർവഹിക്കുന്ന ജഡ്ജിമാരാണെങ്കിലും അതല്ലെങ്കിൽ വക്കീൽമാരാണെങ്കിലും എല്ലാവരും തന്നെ കേസ് വരുമ്പോൾ അത് ഏറ്റെടുക്കുക എന്നതാണ് ചെയ്യുക. പക്ഷേ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി കേസ് വരാൻ കാത്തുനിന്നില്ല. കാരണം കേസുകൾ വരുന്ന ഭരണകൂടത്തിനെതിരായിരിക്കും, കേസുകൾ വരുന്ന ഗവർണർക്കെതിരായിരിക്കും. അതുകൊണ്ട് ഗവർണർക്കെതിരിൽ ഒച്ചയിടാനും കേസുകൾ നയിക്കാനും പ്രാപ്തിയുള്ള ശേഷിയുള്ള ഒരു ജനതയായിരുന്നില്ല അന്നത്തെ നജറാനിലെ പൗരസമൂഹം എന്ന് പറയുന്നത്. അവർക്ക് അതിനുള്ള ധീരതയുണ്ടായിരുന്നില്ല. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അതിനുള്ള ധീരത ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. അതിനാർജവമുള്ള പൗരസമൂഹമായി നജറാനിലെ ജനതയെ അദ്ദേഹം മാറ്റി എന്നുള്ളതാണ്. നിയമവാഴ്ചയെ ശക്തിപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ മാതൃകയായി ഇമാമുന മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി മാറി. ഏറ്റവും വലിയ മാതൃകയായി ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി മാറി. ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ റോൾ മോഡൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇമാം ഷാഫിഈയുടെ ചരിത്രത്തെ വിശദീകരിക്കാൻ സാധിക്കുന്നതാണ്. നീതി നിഷേധിക്കപ്പെട്ടവരെ അദ്ദേഹം സംഘടിപ്പിച്ചു, അദ്ദേഹം ഒരുമിച്ച് കൂട്ടി, എന്നിട്ട് അവരുടെ കേസുകൾ ഫയൽ ചെയ്തു. ഇതൊന്നും ഒരു ഖാദിൽ ഖുലാത്തിന്റെ പണിയല്ലെന്ന് ഇമാം ഷാഫിഈക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ ഖാദിൽ ഖുലാത്ത് നേരെ ഇറങ്ങി വന്നുകൊണ്ട് ഭരണകൂടത്തിനെതിരെ ശബ്ദിക്കുവാൻ, ഭരണകൂടത്തിനെതിരെ അന്യായങ്ങൾ ബോധിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അന്യായങ്ങൾ ബോധിപ്പിക്കാൻ ഗവർണർക്കെതിരെയും അതുപോലെ ഗവർണറുടെ ആശ്രിതർക്കെതിരെയും
ബോധിപ്പിക്കാനുള്ള കേസുകൾ ബോധിപ്പിക്കാനുള്ള ധൈര്യം ചീഫ് ജസ്റ്റിസ് കാലിൽ കുലാത്ത് നൽകിയാൽ ആ ജനത മുന്നോട്ട് വരും. അവരെ മുന്നോട്ട് വന്നു. നീതിയും അനീതിയും വേർതിരിക്കുന്ന കൃത്യമായ വിചാരണകൾ അവിടെ നടന്നു. കോടതി ജനങ്ങളുടെ കോടതിയായി മാറി. ന്യായം പറയാനും നീതി ലഭിക്കാനും ഇമാം ഷാഫിയുടെ കോടതിയിൽ ചെന്നാൽ മതി എന്നുള്ള ഒരു ചിന്ത ആ ജനതയ്ക്കുണ്ടായി എന്നുള്ളതാണ്. വിചാരണയും വിധിയും നജറാനിൽ നീതിക്കായുള്ള രാഷ്ട്രീയമായി പരിവർത്തിതമായി. അത് കേവലം വിധിന്യായത്തിന്റെ സ്ഥലം മാത്രമല്ല, അത് ധർമ്മരാഷ്ട്രീയത്തിന്റെ, അത് സത്യരാഷ്ട്രീയത്തിന്റെ ഇടമായി നജറാനിലെ കോടതി മാറി എന്നുള്ളതാണ്. ഖിലാഫത്തുർ റാഷിദയുടെ കാലത്തെ അനുഭവങ്ങൾ നജറാനികൾക്ക് വീണ്ടും വീണ്ടും ആസ്വദിക്കാൻ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവസരമൊരുക്കി കൊടുത്തു. ഇതിൽ രോഷാകുലരായ ചിലർ ഇമാം ഷാഫിഈയെ പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചു. അദ്ദേഹം ഷിയാ വിഭാഗത്തിലെ അലവികളുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഭരണകൂടത്തിനെതിരെ കലാപം നടത്താൻ പ്രേരിപ്പിക്കുകയാണ് എന്ന രീതിയിലുള്ള കൃത്രിമമായ ആരോപണങ്ങൾ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിക്കെതിരെ അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങളിൽ രോഷാകുലരായ ഗവർണറുടെ ആളുകൾ പറഞ്ഞു പരത്തി. കാരണം ചില ഘട്ടങ്ങളിൽ ഗവർണർക്ക് പോലും, ഗവർണർ ഹമ്മാദിന് പോലും പ്രതിക്കൂട്ടിൽ കയറേണ്ടി വന്നു എന്നുള്ളതാണ്. തെറ്റിദ്ധരിച്ചുപോയ ഹാറൂൻ റഷീദ് ഇമാം ഷാഫിഈയെ പിടികൂടുകയും മുഹമ്മദ് ബിൻ ഇദ്രീസിനെ സിറിയയിലെ റഖ വരെ നടത്തിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. നജറാൻ മുതൽ സിറിയയിലെ റഖ വരെ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ എന്ന് പറയുന്ന ലോകം കണ്ട, ചരിത്രം കണ്ട മഹാപണ്ഡിതനെ കയ്യിൽ ആമം വെച്ചുകൊണ്ട് ഹാറൂൻ റഷീദിന്റെ ആളുകൾ നടത്തിക്കൊണ്ടുപോയി എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം, അതിലൊക്കെ വലിയ പാഠമുണ്ട്. ജുഡീഷ്യൽ ആക്ടിവിസമാണ് ഗൗരവമുള്ള സംഗതി. നിയമവാഴ്ച നല്ല രീതിയിൽ സമൂഹത്തിൽ മാതൃകാപരമായി നിലനിന്നാൽ എല്ലാ വിവാദങ്ങളും കെട്ടടങ്ങും എന്നുള്ളതാണ്. അനാവശ്യമായ വിവാദങ്ങൾ ആളുകൾ ഉണ്ടാക്കുകയില്ല. നോക്കൂ നിങ്ങൾ, ബാബരി മസ്ജിദുമായിട്ട് ഒരിക്കലും നല്ലതല്ലാത്ത എന്ന് പറയുന്നൊരു വിധി, പക്ഷേ സുപ്രീം കോടതിയുടെ വിധിയായതുകൊണ്ട് നമുക്കൊക്കെ അത് അംഗീകരിച്ചേ പറ്റൂ. ആ ഒരു അർത്ഥത്തിൽ നമ്മളത് ഉൾക്കൊള്ളുന്നു എന്നതിനപ്പുറം ധാരാളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട അവസാനത്തെ വിധിക്ക്. ആ അവസാനത്തെ വിധി യഥാർത്ഥത്തിൽ അതൊരു തണലായി പിന്നീട് മാറുകയാണ് ചെയ്തത്. ഇന്നത്തെ ഡിസംബർ 6 എന്ന് പറയുമ്പോ നമുക്കറിയാം ബാബരിയുടെ ഓർമ്മ ദിനമാണ്. ഈ ഓർമ്മ ദിനത്തിൽ ഇതാ രാജ്യത്ത് നിരവധി വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ബാബരിക്ക് ശേഷം നിരവധി പള്ളികൾ, ഗ്യാൻവാപ്പി പള്ളി, അതുപോലെ തന്നെ സമ്പൽ ഷാഹി ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതുപോലെ തന്നെ അജ്മീറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഇതെല്ലാം സമൂഹത്തിൽ ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, വിധിന്യായത്തിൽ നിയമവാഴ്ചയിൽ സംഭവിച്ച ചില പാളിച്ചകളായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായിട്ടും നല്ല നിയമവാഴ്ച നിലനിൽക്കണം സമൂഹത്തിൽ. അതിനുള്ള പ്രചോദനമാണ് ഇമാം ഷാഫിഈ. വലിയ പരീക്ഷണങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങിയെങ്കിലും, വലിയ പ്രതിസന്ധികൾക്ക് അദ്ദേഹം ഇരയായി എങ്കിലും, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി നിയമവാഴ്ചയ്ക്ക് വേണ്ടി, ജുഡീഷ്യൽ ആക്ടിവിസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ആക്ടിവിസ്റ്റുകൾക്കും ചരിത്രത്തിൽ വലിയൊരു പ്രചോദനമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം. ധാരാളം പറയാനുണ്ട്, ധാരാളം പഠിക്കാനുണ്ട്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്ന് മാതൃകയിൽ നിന്ന് ഇമാം ഷാഫിഈ അദ്ദേഹം പ്രകടിപ്പിച്ച പ്രതിപക്ഷ ബഹുമാനം, വിയോജിക്കുന്നവരോട് അദ്ദേഹം പ്രകടിപ്പിച്ച ആദരവ് എല്ലാം സമൂഹം പഠിക്കേണ്ടതാണ്. ഒരിക്കൽ കൂഫയിലെ പള്ളിയിൽ എത്തിപ്പെട്ടപ്പോ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം സുബ്ഹ് നമസ്കാരം ഖുനൂത്ത് ഓതാതെ നിർവഹിക്കുകയാണ്. ഷാഫിഈ മദ്ഹബിൽ ഖുനൂത്ത് ഉള്ളതാണ് നമുക്കറിയാം. പക്ഷേ ഖുനൂത്ത് ഓതാതെ ഇമാം ഷാഫിഈ പ്രഭാത നമസ്കാരം നിർവഹിക്കുമ്പോ ശിഷ്യന്മാരെ ചോദിക്കുന്നു, ഇമാമിനോട് ചോദിക്കുന്നു, എന്തേ ഇന്ന് അങ്ങനെ? ഇന്ന് നമ്മൾ നുഅ്മാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ അബൂ ഹനീഫയുടെ മദ്ഹബിലേക്ക് മടങ്ങിയിരിക്കുന്നു. അങ്ങനെയാണ് ചിലപ്പോഴെല്ലാം നമുക്ക് നുഅ്മാൻ ഇബ്നു സാബിത്തിന്റെ മദ്ഹബിനെ ഉൾക്കൊള്ളേണ്ടി വരും. ശക്തമായിട്ട് ഇമാം അബൂ ഹനീഫയോട് ചില കാര്യങ്ങളിൽ വിയോജിക്കുമ്പോഴും ഇമാം ഷാഫിഈ പറയാറുണ്ടായിരുന്നു, അൽ ഫുഖഹാഉ കുല്ലുഹും ഇയാലു അബീ ഹനീഫ. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെല്ലാം അബൂ ഹനീഫയുടെ ആശ്രിതരാണ്. സഹോദരങ്ങളെ, മഹാന്മാരായ അഇമ്മത്തുൽ മുജദ്ദിദുകളിൽ ധാരാളം കാര്യങ്ങൾ കാലഘട്ടത്തിന് പഠിക്കാനുണ്ട്.
മാതൃകകളായി സമകാലികമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ചരിത്രത്തിൽ നിന്നും സമകാലികതയെ വായിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം ഇൻഷാ അല്ലാഹ്. അടുത്ത ആഴ്ച നമുക്ക് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയാം. അല്ലാഹു പറയാനും കേൾക്കാനും അത് ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ.